Hello, good afternoon. Welcome to Learning. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബോർഡൺ ഗേജ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സെൻസിങ് ഡിവൈസ് ആണ്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ബോർഡൺ ഗേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രഷർ മെഷർ ചെയ്ത് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡൺ ഗേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബോർഡൺ ഗേജ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് എന്താണ്, നമുക്കൊരു ഗ്യാസ് സിസ്റ്റത്തിലുള്ളതോ ഗ്യാസ് സ്റ്റേറ്റിലുള്ളതോ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതോ ആയ ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ എന്താണെന്നുള്ളത് മെഷർ ചെയ്തിട്ട് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡൺ ഗേജ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ രീതിയിലാണ് ബോർഡൺ ഗേജ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സെമി സർക്കുലറിലുള്ള ഒരു സി ഷേപ്പ് അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഇതിനകത്തുണ്ട്. അപ്പൊ പ്രഷർ മെഷർ ചെയ്തതിനനുസരിച്ച് നമുക്ക് റീഡിങ്സ് കാണുകയും ഇത് കണ്ടില്ലേ, ഇത് വലുതാകുന്നു, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബോർഡൺ ഗേജിന്റെ വർക്കിംഗ് നമുക്ക് നടക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇത് വളരെ ചീപ്പ് ഇൻ റേറ്റും ആണ്, വളരെ റിലയബിളും ആണ്, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ബോർഡൺ ട്യൂബ് പ്രഷർ ഗേജ് എങ്ങനെയാണ് നമ്മൾ ഇതിന് കൺസ്ട്രക്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന് നമുക്കൊരു എലാസ്റ്റിക് ട്യൂബ് ഉണ്ട്. അത് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു സോക്കറ്റ്, ഒരു സൈഡ് എന്ന് പറയുന്നത് അതിന്റെ സോക്കറ്റുമായിട്ട് വെൽഡ് ചെയ്തിരിക്കുകയും അടുത്തത് അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിഫ്ലക്ഷൻ ആ ട്യൂബിൽ നമുക്ക് കാണാനായിട്ട്, റിസൾട്ട് ചെയ്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ ഒരു കോയിലിൽ അല്ലെങ്കിൽ ആ ഒരു സെമി സർക്കുലർ മെറ്റൽ ട്യൂബില് നമ്മളൊരു പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫില്ല് ചെയ്തിട്ടുണ്ടാവും അതിനകത്ത്. ഓക്കെ, അതിന്റെ അമൗണ്ട് ഓഫ് ചേഞ്ച് എത്രത്തോളമാണോ അതിൽ ചേഞ്ചിങ് വരുന്നത്, അതിന്റെ എത്രത്തോളം അമൗണ്ട് ആണോ പ്രഷർ വരുന്നത്, അത് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ബോർഡൺ ട്യൂബ് പ്രഷർ ഗേജ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫ്ലാറ്റ് ആൻഡ് ട്യൂബ് ആണ്. അതായത് നമുക്ക് അതിന്റെ ഒരു സർക്കുലർ സ്ട്രക്ചർ നമ്മൾ പ്രഷറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രഷർ എത്രത്തോളമാണ് ആ ഒരു ലിക്വിഡിന്റെ എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ എത്രയും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു റിലേറ്റീവ് പ്രഷർ റേഞ്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യാൻ എടുക്കുന്നത്. ഏകദേശം അതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 0.6 മുതൽ 7000 ബാർ വരെയാണ് നമുക്ക് ആ ഒരു റേഞ്ച് വരുന്നത്. ഇതൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് ഒരു മെക്കാനിക്കൽ പ്രഷർ ആയിട്ട് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ഇലക്ട്രിക് പവർ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബോർഡൺ ഗേജ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു കൺസ്ട്രക്ഷൻ വർക്ക് നോക്കൂ. ഇതാണ് നമുക്ക് ഒരു ബോർഡൺ ട്യൂബ് ഗേജ് പ്രഷർ ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ കാണുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്കൊരു സി മോൾഡഡ് ഹോൾഡോ ട്യൂബ്, ഇതാണ് സി മോൾഡഡ് ഹോളോ ട്യൂബ് എന്ന് പറയുന്നത്. അതിന്റെ രണ്ട് എൻഡ് പോയിന്റുകൾ ഉണ്ട് അല്ലെ. ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രഷർ ടാപ്പിംഗുമായിട്ട് കണക്റ്റഡ് ആണ്. അതർ എൻഡ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ലിഫ്റ്റിംഗ് ഉള്ള രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഈ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ആ ഒരു എലിപ്റ്റിക്കൽ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർക്കുലർ ക്രോസ് സെഗ്മെന്റ് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ആകുമ്പോൾ എന്താകും, ഈ ട്യൂബ് ഒന്ന് സ്ട്രെയിറ്റനിങ് ആകാം. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ കണ്ടില്ലേ, അതിങ്ങനെ മൂവ് ചെയ്യുന്നത്, ആ ഒരു രീതിയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് വരും. ഓക്കെ, അപ്പൊ ആ ഒരു ഫ്രീ എൻഡ് ഓഫ് ദ ട്യൂബ് എന്താ ചെയ്യുന്നത്, ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ ഈ ഒരു ഫ്രീ എൻഡ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയും ആ മൂവ്മെന്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡിങ്സ് ഇവിടെ കാണിക്കാനായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്സ് കറക്റ്റ് ആയിട്ട് ആ ഒരു പ്രഷർ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അപ്ലൈഡ് പ്രഷർ ഉണ്ടാവും, നമുക്ക് ആ ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻ ആണ് നമുക്ക് വരുന്നത് അല്ലെ. ആ ഒരു ഫ്രീ ക്ലോസ്ഡ് ട്യൂബ്, എൻഡ് ട്യൂബിന്റെ ഫ്രീ ക്ലോസ്ഡ് ഇതുമായിട്ട് ഒരു പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടാണെങ്കിൽ അതിനൊരു പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമ്മൾ അതിൽ കൊടുക്കുന്നത്. അപ്പൊ ഒരു ഡിഫ്ലക്റ്റിംഗ് അതുപോലെ ഒരു ഇൻഡിക്കേറ്റിംഗ് മെക്കാനിസം നമുക്കതിലുണ്ട്. അത് ആ ഒരു ഫ്രീ എൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്യും, ആ ഒരു എത്രത്തോളം റൊട്ടേഷൻസ് ആണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു പോയിന്റിംഗ്, ഇതാണ് ആ ഒരു നീഡിൽ വരുന്നത്, അതിനനുസരിച്ച് അത് പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ പോയിന്റിംഗ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ പ്രഷർ എത്രത്തോളം ആണെന്ന് നമുക്ക് റീഡിംഗ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോസ്ഫറസ് ബ്രോൺസ് യൂസ് ചെയ്യും, ബ്രാസ് അല്ലെങ്കിൽ ബെറീലിയം കോപ്പർ, ഈ പറയുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു 2 ഇഞ്ച് ഓവറോൾ ഡയമീറ്റർ ആയിരിക്കും നമുക്ക് ഈ ഒരു ക്രോസ് സി ഇതിൽ വരുന്നത്. ഓക്കെ, ആ ഒരു സി ട്യൂബിൽ വരുന്നത്. യൂഷ്വലായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്നത് ഒരു ഫ്രീ എൻഡ് ഏകദേശം ഒരു 1/8 ഇഞ്ചൊക്കോളം നമുക്കത് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സി ട്യൂബ് ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഡിഫറെന്റ് ടൈപ്സ് ഷേപ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഹെലിക്കൽ വരുന്നുണ്ട്, സ്പൈറൽ ട്യൂബുകൾ വരുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടും ഈ ഒരു സി ടൈപ്പ് ബോർഡൺ ഗേജ് ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ,
ഇനി ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സുകളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഹെലിക്കൽ ടൈപ്പ് ആണ് വരുന്നത്. കണ്ടോ, ഈ ഒരു ഹെലിക്കൽ ഷേപ്പ് ആണ് നമുക്ക് സിക്ക് പകരം ഹെലിക്കൽ ഷേപ്പ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഇത് പറഞ്ഞൊരു എങ്ങനെയാണ് ഒരു അക്യുറസി, കൂടുതൽ അക്യുറസിയോട് കൂടിയും ഒരു ബെറ്റർ റെസിസ്റ്റൻസ് ആണ്, ഒരു ഓവർ പ്രഷർ കണ്ടീഷൻസിന് വരുന്ന ഒരു ബെറ്റർ റെസിസ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഹെലിക്കൽ ടൈപ്പ് ബോർഡൺ ട്യൂബ് ഗേജ് ആണ് വരുന്നത്. ഇത് കൂടുതലായിട്ട് നമുക്ക് ഒരു ഹൈ പ്രഷർ റേഞ്ച് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട പ്രഷർ, ആ ഒരു പ്രഷർ അപ്ലൈ ചെയ്യേണ്ട ലിക്വിഡോ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ഹെലിക്കൽ ട്യൂബിൽ ചേഞ്ചസ് വരും. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് സ്പൈറൽ ടൈപ്പ് വരുന്നത്. നോക്കൂ, സിക്ക് പകരം എന്താണ് ഒരു സ്പൈറൽ ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ബോർഡൺ ഗേജ് കാണിക്കുന്നത്. ഇവിടെയും പോയിന്റർ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്പൈറൽ നമുക്ക് ഇങ്ങനെ എലോബറേറ്റ് ആകുകയും കണ്ടക്ട് ആകുകയും ചെയ്തില്ലേ, അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു നീഡിൽ ഇവിടേക്ക് ഇങ്ങോട്ടും ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കൂടുതൽ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും അക്യുറസി ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് കമ്പയറിംഗ് വിത്ത് സിയു ആയിട്ട്. ഓക്കെ, ഇത് ഒരു ലോ പ്രഷർ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതിനാണ് ഈ ഒരു സ്പൈറൽ ടൈപ്പ് ബോർഡൺ ഗേജ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ബോർഡൺ ഗേജിൽ തന്നെ ഡ്രൈ ബോർഡൺ ട്യൂബ് പ്രഷർ ഗേജും വരുന്നുണ്ട്, വെറ്റും വരുന്നുണ്ട്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസൻസ് ഓഫ് ലിക്വിഡ് ആണ് വരുന്നത്. സോറി, വെറ്റ് എന്ന് പറഞ്ഞാൽ, ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ആബ്സെൻസ് ഓഫ് ലിക്വിഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡ്രൈ ബോർഡൺ ഗേജ് ട്യൂബില്, ആ ഒരു ബോർഡൺ ട്യൂബിൽ നമ്മൾ എന്താണ് ലിക്വിഡ് ഒന്നും തന്നെ ഫില്ല് ചെയ്യുന്നില്ല. അതിന് പകരം ആ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ആ ട്യൂബിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി വെച്ച് മാത്രം വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രഷർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുകയും, അതായത് ആ ഒരു ഇൻസൈഡ് സർഫേസ് ഓഫ് ദ ബോർഡൺ ട്യൂബിൽ എത്രത്തോളം നമുക്ക് വരുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഡിഫ്ലക്ഷൻസ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡിഫ്ലക്ഷൻസ് ആണ് നമ്മുടെ ആ ഒരു പ്രഷർ റീഡിംഗ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ ഒരു മെക്കാനിക്കൽ ലിങ്കേജ് സിസ്റ്റത്തിൽ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നത്, ആ ഒരു ഡിസ്പ്ലേ സിസ്റ്റത്തിൽ. എന്നാൽ വെറ്റ് ബോർഡൺ ഗേജിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആ ഒരു ബോർഡൺ ട്യൂബ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ലിക്വിഡുമായിട്ട് ഫില്ല് ചെയ്തിട്ട് വെച്ചിരിക്കുകയായിരിക്കും. അപ്പൊ അതൊരു വിസ്കസ് ഓയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലിസറിങ് ആയിരിക്കാം, ഏത് വേണമെങ്കിലും ആകാൻ പറ്റും. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ വൈബ്രേഷൻസോ പൾസേഷൻസോ ഒക്കെ വരികയാണെങ്കിൽ അതിനെയൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്ത് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ളത് ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു പ്രഷർ റീഡിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ലിക്വിഡ്, ഈ ഒരു ബോർഡൺ ട്യൂബിൽ ഉണ്ടാകുന്ന ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹൈഡ്രോളിക് ക്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രഷർ ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻസ് വരികയാണെങ്കിൽ അതിനെ ഡാമ്പൻ ചെയ്യാൻ, അതിനൊന്ന് മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രഷർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് എന്താകും, ഈ ലിക്വിഡ് കൂടുതൽ ഫോഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും അത് ഡിഫ്ലക്റ്റ് ആവുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ റീഡിങ്സ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഡ്രൈ ആൻഡ് വെറ്റ് ബോർഡൺ ട്യൂബ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, നമുക്ക് കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻ ഒക്കെ വളരെ ഈസിയാണ്, ക്വൈറ്റ് സിമ്പിൾ ആണ്. നമുക്ക് പ്രത്യേകിച്ച് സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് ഒന്നും ആവശ്യം വരുന്നില്ല, ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ യുണീക്ക് അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് ലോ അതുപോലെ തന്നെ ഹൈ പ്രഷർ രണ്ടും തന്നെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഇലക്ട്രിക്കൽ പവർ ഒന്നും തന്നെ നമുക്ക് വേണ്ട, ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതുപോലെ തന്നെ കൂടുതൽ അക്യുറസിയോട് കൂടിയുള്ള ഒരു റിസൾട്ട് നമുക്ക് റിയൽ ടൈം ആപ്ലിക്കേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കോസ്റ്റും കമ്പാരിറ്റീവ്ലി വളരെ ലോ ആണ്, വേറെ കൂടുതൽ പ്രഷർ ഗേജുകളെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആണ് നമുക്കതിൽ വരുന്നത്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ പ്രഷറിൽ എന്തെല്ലാം ചേഞ്ച് വരുന്നുണ്ടോ അതിനൊക്കെ നമുക്ക് റിസൾട്ട് കാണിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും വൈബ്രേഷൻസോ എന്തെങ്കിലും ഷോക്സ് വരികയാണെങ്കിൽ അതടക്കം നമുക്കതിൽ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. ചില സമയത്ത് ഇതിൽ നമുക്കൊരു ഹിസ്റ്ററിസിസ് ഒക്കെ ഒക്യൂർ ആകുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ആംപ്ലിഫിക്കേഷൻ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ആ ഒരു ട്യൂബ് വളരെ ലോ ആണ് നമുക്ക് റിസൾട്ട് കാണിക്കുന്നതെങ്കിൽ അവിടെ നമുക്കൊരു ആംപ്ലിഫിക്കേഷന്റെ ആവശ്യം ചില കേസസിൽ വരുന്നുണ്ട്. ഓക്കെ, എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഫ്ലൂയിഡ് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനലോഗ് പ്രഷർ മീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ പെട്രോളിയം ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ഈ പറയുന്ന ബോർഡൺ ഗേജ് ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രഷർ മെഷർ ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബോർഡൺ ഗേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.